ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ഫിഷ് ഫ്രൈ റെസിപ്പി നോക്കിയാലോ. ഈ ഫിഷ് വന്നിട്ട് സിലോപ്പിയാണ് കേട്ടോ. വൃത്തിയാക്കാൻ ഇച്ചിരി സമയം എടുക്കുമെങ്കിലും ടേസ്റ്റ് വൈസ് സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഒന്ന് നോക്കിയാലോ. ഫിഷിൽ മസാലയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുഴുവൻ മസാലയും ഉപ്പും മാത്രമാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഞാൻ 1-2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഫിഷ് ഓരോന്നായിട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്ലേവർ നല്ല ഫ്ലേവറായിരുന്നു കേട്ടോ. ഒരു ചെറു തീയിൽ വെച്ചിട്ടാണ് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ തന്നെയാണ് കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. ആദ്യം കുറച്ച് നേരം നമുക്ക് തീ കുറച്ചും കൂട്ടിയും വെച്ചിട്ട് ഫ്രൈ ആക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. ആ ഒരു സൈഡൊന്ന് മൂപ്പിച്ചതിന് ശേഷം മറിച്ചിടാവേ. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടിട്ടുണ്ട്. അന്നേരം ഇത് കണക്ക് തന്നെ തീ കുറച്ച് വെച്ചിട്ടാണ് ഫ്രൈ ആക്കുന്നത് കേട്ടോ. എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ, കറക്റ്റ് മുരിഞ്ഞ് വരത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉള്ളൊന്നും വേകാത്ത പോലെ പുറമെ മാത്രം ബ്രൗൺ കളറിലിരിക്കും. അപ്പോൾ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ ചൂടോടെ കഴിക്കണം കേട്ടോ, ചോറിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.